ഫേസ്ബുക്ക് വേണ്ട നീ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ. എന്താ ആരെങ്കിലും ദേഷ്യത്തോടു കൂടി ചെയ്താന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും, വളരെ തീർച്ചയായിട്ടും. ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് ആരെ സംശയമില്ല. അതുപോലെ സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, കണ്ടില്ലേ? ലക്ഷക്കണക്കിന് പോയി പല ചാനലിലും ഇന്റർവ്യൂവിനെ വിളിച്ചു. സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ ശക്തമായി അടിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. രാത്രി 8 മണി 10 മണി തൊട്ട് വെളുപ്പാങ്കാലം 2 മണി വരെ എല്ലാം കാണിച്ചു കൊടുത്തിരിക്കുമ്പോൾ പ്രായമുള്ളവർ കാണുന്ന കണ്ടു. കുട്ടികളുടെ കാര്യം എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? അയ്യോ, നിന്റെ അമ്മച്ചി എവിടെ നിന്നാണ് ഇറങ്ങിയത്? അത് നിന്റെ പെണ്ണുമ്പിള്ളയാണ് ഇറങ്ങിയത്. സോ ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. രേണു സുധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രേഷ്മ പി തങ്കച്ചൻ പപ്പയുടെ 1-2 സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാനാണ് നമ്മളിന്ന് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. അതുകൂടാതെ നമ്മുടെ രജിത് കുമാർ പുള്ളിക്കാരനാണെങ്കിൽ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പുള്ളിക്കാരനെ എല്ലാവർക്കും അറിയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് രേഷ്മ ചേച്ചിയെ സപ്പോർട്ട് ചെയ്തതിന് ശേഷം നേരെ പുള്ളിക്കാരിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വന്ന് സംസാരിച്ചിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു നമ്മുടെ രജിത് കുമാർ. പുള്ളിക്കാരൻ ഇപ്പോൾ വീണ്ടും രംഗത്ത് വന്ന് സംസാരിച്ചിരിക്കുകയാണ്. എന്തായാലും കൊള്ളാൻ കേട്ടു. രേഷ്മ ചേച്ചി സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ദിവസം കഴിയുന്തോറും ചേച്ചിക്ക് എതിരായി തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ ദിവസം കഴിഞ്ഞു പോകുന്തോറും രേഷ്മ ചേച്ചി സോഷ്യൽ മീഡിയയിൽ സെന്റിമെന്റ്സ് മാത്രം വെച്ച് കാണിക്കുന്ന സംഭവങ്ങൾ, അതായത് ഇപ്പുറത്ത് വന്നിട്ട് ഞാനെങ്കിൽ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞിട്ട് അപ്പുറത്ത് വന്നിട്ട് അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്തൊരു വെറുപ്പ് തോന്നും, അല്ലയോ? ഇത് തന്നെയാണ് രേഷ്മ ചേച്ചിയും കാണിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുന്നവരും കൂടെ ഇപ്പോൾ തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുക. എക്സാമ്പിളാണ് പ്രിയങ്ക, ഇപ്പോൾ ഈ രജിത് കുമാർ, രണ്ടുപേരും തിരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ കാണാൻ കിടക്കുന്നോ എന്താ. രേഷ്മ ചേച്ചി ഇപ്പോൾ കുറേ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പാർട്ടി ഇലക്ഷന് ചേച്ചി പറഞ്ഞിട്ടുള്ളത് ചെങ്കൊടി പാറുമെന്നാണ് രേഷ്മ ചേച്ചി പറഞ്ഞിട്ടുള്ളത്. ഞാൻ അന്നേ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, വാ പോയ കോടതിയാണ് രേഷ്മ പി തങ്കച്ചൻ പപ്പയെന്ന്. അപ്പോൾ ചേച്ചി എവിടെയാണെങ്കിൽ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആരെടുത്ത് മീഡിയക്കാരത്തൊന്നും നമ്മൾ പൊതുവായിട്ട് ആർക്കാ വോട്ട് കൊടുക്കാൻ പോകുന്നത് ഇതൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് എൻ്റെ വീട്ടിലെ റേഷൻ കാർഡ് ഏതാ, റേഷൻ കാർഡിൻ്റെ നമ്പർ ഏതാ, എനിക്ക് എങ്ങനത്തെയൊക്കെ അരികൾ കിട്ടും, പിന്നെ മണ്ണെണ്ണയുണ്ടോ പഞ്ചസാരയുണ്ടോ എല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ വന്ന് ഞാൻ ആർക്കാ വോട്ട് കൊടുക്കാൻ പോകുന്നത്, ആരാ ജയിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് രേഷ്മ ചേച്ചി അതിൽ നിന്ന് ഒരു നെഗറ്റീവ് വരികയാണ്. ഇപ്പോൾ ഇത് കാരണം ഇഷ്ടംപോലെ റിയാക്ഷൻ ചാനൽസ് എടുത്ത് വെച്ച് ചേച്ചി ഉടുത്തോണ്ടിരിക്കുക എന്നേ നമുക്ക് പറയാക്കത്തുള്ളൂ. എന്തൊക്കെ മാസടിയായിരുന്നു എൻ്റെ രേഷ്മ ചേച്ചി. എന്തായാലും തുടക്കത്തിൽ തന്നെ നമുക്ക് രേഷ്മ ചേച്ചിയുടെ പാർട്ടി ഏതെന്ന് നോക്കിയിട്ട് നമുക്ക് രജിത് കുമാറിലോട്ട് പതുക്കെ പോകാം. തുടക്കത്തിൽ തന്നെ രേഷ്മ പി തങ്കച്ചൻ പപ്പയുടെ കുറച്ച് റീൽസ് നോക്കിക്കോ. തൂക്കാൻ ആഗ്രഹിക്കുന്നത് ഉറപ്പാണ്, തീർച്ചയായിട്ടും. എന്തായാലും ചെങ്കൊടി പാറിയല്ലോ, അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് അത് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇലക്ഷനെ പറ്റിയിട്ട് റിലേറ്റ് ചെയ്തുള്ള വീഡിയോ അല്ല നമ്മളിന്ന് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രേഷ്മ ചേച്ചിയെ കുറിച്ചാണ്. അതായത് വാ പോയ കോടാലിയിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നാക്കിന് എല്ലില്ലെന്ന് പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് കാരണം തന്നെ എന്ത് വേണമെങ്കിലും അത് സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ പറയാമെന്നൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ മൗലികാവകാശം നമ്മൾ ആർക്കാ വോട്ട് കൊടുക്കുന്നത് ഇതൊന്നും വന്ന് സോഷ്യൽ മീഡിയ പറയേണ്ട ഒരു ആവശ്യമില്ല. അവർ പലതും ചോദിക്കും, കാരണം അവർക്ക് ഇതിൽ നിന്ന് വല്ല റീച്ച് വന്നാലേ അവർക്ക് വല്ല അരി മേടിക്കാൻ പറ്റത്തുള്ളൂ, സ്വാഭാവികം. അപ്പോൾ അവരിങ്ങനത്തെ വിവരക്കേട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചേച്ചിക്ക് അത് മനസ്സിലാക്കാനുള്ള കുറച്ചെങ്കിലും ബുദ്ധി വേണം. കുറേ നാളായല്ലോ തുടക്കത്തിലൊക്കെ ഇങ്ങനത്തെ വന്ന് വിവരക്കേട് പറയുമ്പോൾ ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ ഇങ്ങോട്ട് വന്നിറങ്ങിയതല്ലേ ഉള്ളൂ, കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ ശരിയാവുന്നു. ഇത് ഓരോ ദിവസം കഴിയുന്നവരും പണ്ടത്തെ പിന്നത്തേതായിട്ട് ചേച്ചി വീണ്ടും ഓരോരോ വിവരക്കേടും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടേ ഇരിക്കുവാണ്. എത്ര ഇതൊന്നും പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇതിന് കുറച്ച് ദിവസം മുമ്പായിരുന്നു രേഷ്മ ചേച്ചി വന്നിട്ട് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഞങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാർഡ് മഞ്ഞക്കാർഡാണ്. മഞ്ഞക്കാർഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ്. ഇത് ഇപ്പോൾ ഈ രേഷ്മ ചേച്ചിയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വരുമാനമാണ് വാങ്ങുന്നത്. ഈ ചേച്ചിക്ക് മഞ്ഞക്കാർഡിൻ്റെ ആവശ്യം ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. രേഷ്മ ചേച്ചി തന്നെ വന്ന് പറയുന്ന റിയാക്ഷൻ ഒളിക്കൽ കമൻറ്റ് ഒളിക്കൽ എന്നെ വെച്ചിട്ട് അരി വാങ്ങട്ടെ പഞ്ചസാരയും വാങ്ങട്ടെ, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളെന്ന്. അപ്പോൾ പിന്നെ അരിയും പഞ്ചസാരയും റിയാക്ഷൻ ചാനൽസ് മേടിച്ചാൽ പോരെ? ചേച്ചിക്ക് ലക്ഷങ്ങൾ ശമ്പളം ഉണ്ടല്ലോ, ചേച്ചി വലിയ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയിട്ടില്ലേ കഴിക്കത്തുള്ളൂ. അപ്പോൾ ചേച്ചി എന്തിന് അരിയും പഞ്ചസാരയും റേഷൻ കാർഡ് വെച്ച് വാങ്ങുന്നത്? അതുകൊണ്ട് തന്നെ അത് കട്ടാക്കാൻ വേണ്ടിയും കുറേ ആൾക്കാർ നടന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വന്നിട്ടുള്ളത് വായിന്ന് പോയ ഒറ്റ വാക്കിൻ്റെ പേരില്ല. സോഷ്യൽ മീഡിയ വന്ന് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കി മാത്രമേ സംസാരിക്കാവൂ. ചുമ്മാ വാ പോയ കോടായി മാതിരി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ ഒക്കത്തില്ല. അത് മനസ്സിലാക്കി ചേച്ചി സംസാരിച്ച് കഴിഞ്ഞാൽ എന്തായാലും കൊള്ളാം. ഇനിയിപ്പം കിച്ചു ചേട്ടനെ പറ്റി വീണ്ടും വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്തുവാടെ ഇത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വന്തം മോനാണെന്നെങ്കിലും ഉള്ള ഒരു പരിഗണന കൊടുക്കും. ഇത് ചുമ്മാ ചേട്ടനെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നവൻ്റെ പരമാവധി ഉണ്ടാക്കുക. വിവാദം റീച്ച് അല്ല വിവാദം. അതായത് കിച്ചു ചേട്ടൻ്റെ ആ ഒരു വിഷയം നടന്നുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ രേഷ്മ ചേച്ചിയെ പുച്ഛിച്ച് തള്ളിയായിരുന്നു. അപ്പോൾ പിന്നെ അവരുടെ മുമ്പിൽ കൂടെ ചേച്ചിക്ക് പറയാലോ, എൻ്റെ മകൻ എന്നെ വിളിച്ചു, എൻ്റെ മകൻ എൻ്റെ അടുത്ത് കെഞ്ചിട്ട് അനിയനെ ഒന്ന് കൊണ്ടുപോക്കോട്ടെ എന്ന് ചോദിച്ചു, അമ്മയെന്ന് തന്നെയാണ് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ചു അടിക്കാമല്ലോ. അതിന് വേണ്ടി ആയിരിക്കും ഇപ്പോൾ വന്നിട്ട് ഇങ്ങനത്തെ ഒരു പ്രഹസനം കാണിക്കുന്നത്. ഒരമ്മമാരും ഇങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അതിന് മുമ്പ് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം, അതിനുശേഷം കുറച്ച് സംസാരിക്കണുണ്ട്, നോക്കിക്കോ.
രേണുവിനോട് പെർമിഷൻ ചോദിച്ചപ്പോൾ രേണു അപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ കോൾ എടുത്തിട്ട് ആലോ എന്നെ വിളിച്ചു അമ്മ തന്നെ എന്നെ വിളിച്ചു അമ്മ ഞാനിങ്ങനെ കൊണ്ടുപോകാം ശരി ശരി വിളിച്ചു ശരി. സാധാരണ എല്ലാവരും ആ ഒരു ദേഷ്യമൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഒരിക്കലും എനിക്ക് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ ദേഷ്യവും പകയും വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല ഞാൻ. പ്രത്യേകിച്ച് ഞാൻ പ്രസവിച്ചിട്ടില്ല എൻ്റെ മകൻ തന്നെയാണെന്ന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അങ്ങനെ തന്നെയാണ്. എന്നെ അമ്മ എന്ന് വിളിച്ചെങ്കിൽ ഞാൻ എന്നും അവൻ്റെ അമ്മ തന്നെയായിരിക്കും. എന്നെ അമ്മ എന്ന് വിളിക്കുന്നതോളം വരെ ഞാൻ എന്നും അവൻ്റെ അമ്മ തന്നെയായിരിക്കും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഒരു സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി രേഷ്മ ചേച്ചി നോക്കിയതാണ്. അല്പ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, രേഷ്മ ചേച്ചി ഇവിടെ വന്ന് പറയുന്നുണ്ട് എന്നെ അവൻ എത്ര നാളത്തോളം അമ്മയെന്ന് വിളിക്കുന്നുണ്ട്, അന്ന് വരെ ഞാൻ അവൻ്റെ അമ്മ തന്നെയാന്ന്. ആരും ഇവിടെ പറഞ്ഞിട്ടില്ല രേഷ്മ ചേച്ചി ആ കിച്ചു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അമ്മയല്ലെന്ന്. പക്ഷെ ചേച്ചി തന്നെയാണ് ഇവിടെ വന്ന് ഇങ്ങനത്തെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ഞാൻ അവൻ്റെ അമ്മയാണ്, എൻ്റെ ഫോണിൻ്റെ അതിനകത്താണെങ്കിൽ ഞാൻ കിച്ചു എന്ന് സേവ് ചെയ്തു, കിച്ചു ആണെങ്കിൽ കിച്ചുവിൻ്റെ ഫോണിനകത്ത് അമ്മ എന്ന് സേവ് ചെയ്തു എന്നുള്ള കുറേ ബോണ്ട് സംഭവങ്ങളും ചേച്ചി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഒരമ്മമാര് സ്വന്തം മകൻ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു കൊടുത്താലോ അല്ലെങ്കിൽ സ്വന്തം മകൻ എന്തെങ്കിലും കാശ് കൊടുത്താലോ ഒന്നും വന്ന് പുറത്ത് പറയത്തില്ല. ഇവിടെ ആണെങ്കിൽ ചേച്ചി വന്നിട്ട് സ്വന്തമായിട്ട് ഈ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വിത്ത് സ്ക്രീൻഷോട്ടാണ് പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. 200 രൂപ തൊട്ട് 100 രൂപ 200 രൂപ 300 രൂപ എല്ലാ പേയ്മെന്റ് ലിസ്റ്റ് ചേച്ചി ആണെങ്കിൽ സ്ക്രീൻഷോട്ട് അടക്കം കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ വന്നിടത്ത് മാസം അടിക്കുന്ന രേഷ്മ ചേച്ചിയുടെ കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാവാത്തത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നേരെ രജിത് കുമാർ പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങളിലോട്ട് വരാം. രേഷ്മ ചേച്ചി ആണെങ്കിൽ അഭിനയിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ അഭിനയം എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടേ, നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക എന്തുവാന്ന്. അന്ന് അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോൾ കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുധിച്ചേട്ടനോടുള്ള ആ ഒരു എന്തോ പറയുക സ്നേഹവും ഇഷ്ടവും ഒക്കെ കാരണം. അതായത് രേഷ്മ ചേച്ചി ആണെങ്കിൽ സുധിച്ചേട്ടൻ പോയതിനു ശേഷം ജീവിക്കാൻ വേണ്ടിയോ ആ കൊച്ചുങ്ങളെ നോക്കാൻ വേണ്ടി ഇതിലോട്ട് ഇറങ്ങി തിരിച്ചാണ് എന്നാണ് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുറെ ആൾക്കാർ രേഷ്മ ചേച്ചി സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതേകൂട്ട് സപ്പോർട്ട് ചെയ്ത് 1-2 ആൾക്കാരാണ് ഇവരെല്ലാവരും ഇപ്പോൾ തിരിയാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ രേഷ്മ ചേച്ചിയുടെ സബ്സ്ക്രിപ്ഷൻ. അത് കാരണം കുറെ ആൾക്കാർ രേഷ്മ ചേച്ചിക്ക് എതിരായിട്ട് വന്നിട്ടുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആവശ്യമില്ലായിരുന്നു. അത്യാവശ്യം നല്ല വരുമാനം ഈ പ്രൊമോഷനിൽ നിന്നും ഇനാഗ്രേഷനിൽ നിന്നും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്ന ആവശ്യത്തിന് വിവാദം. ഇപ്പം ഇതിൽ നിന്നും കൂടെ വിവാദം മേടിച്ചു വെക്കാനും കാശ് മേടിച്ചു വെക്കാനും രേഷ്മ ചേച്ചി കാണിച്ച ഒരു ആവേശം എന്തിനാന്ന് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല. എന്താ നമുക്ക് രജിത് കുമാറിന്റെ വാക്കുകൾക്ക് കുറച്ച് നേരം കാതോർക്കാൻ കേട്ട് നോക്ക്. അതുപോലെ സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, കണ്ടില്ലേ? ലക്ഷക്കണക്കിന് പോയി പല ചാനലിലും ഇന്റർവ്യൂവിനെ വിളിച്ചു. സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ ശക്തമായി അടിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനേക്കാളും കൂടുതലായിട്ട് ചിരി വരുന്ന പുള്ളിക്കാരൻ്റെ ആ ഒരു സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതെന്ന് പറയുമ്പോൾ പണ്ട് രേഷ്മ ചേച്ചിയുടെ കൂടെ റാംബാക്ക് നടത്തിയതായിരുന്നു. കാരണം പുള്ളിക്കാരൻ ഇത്രയും മാസം വന്ന് ഇപ്പോൾ കിടന്ന് അടിക്കുന്നു. അന്ന് ഓർമ്മയുണ്ട് രേഷ്മ ചേച്ചിയുടെ കൂടെ നടക്കുന്നോ വാക്ക് ചെയ്യുന്നോ ഫോട്ടോ എടുക്കുന്നോ എന്തൊക്കെയായിരുന്നോ എന്തോ ആ പ്രഹസനങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഈ വന്നിട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മുമ്പിലോട്ട് വെക്കുന്നത്. പേര് സംഭവങ്ങളും ഒന്നും എടുത്തു പറയുന്നില്ലെങ്കിലും നമുക്ക് മനസ്സിലാവും രേഷ്മ ചേച്ചിയെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളയാണെന്ന്. അതുപോലെ സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു, കണ്ടില്ലേ? ലക്ഷക്കണക്കിന് പോയി പല ചാനലിലും ഇന്റർവ്യൂവിനെ വിളിച്ചു. സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്കെതിരെ ഞാൻ ശക്തമായി അടിച്ചിട്ടുണ്ട്. യാതൊരു സംശയമില്ല. രാത്രി 8 മണി 10 മണി തൊട്ട് വെളുപ്പാങ്കാലം 2 മണി വരെ എല്ലാം കാണിച്ചു കൊടുത്തിരിക്കുമ്പോൾ പ്രായമുള്ളവർ കണ്ടത് കുട്ടികളുടെ കാര്യം എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? നിന്റെ മകൻ കുറെ കഴിയുമ്പോൾ 5ാം ക്ലാസ്സിലോ 10ൽ പഠിക്കും, സ്കൂൾ റൂമിനകത്തിരുന്ന് മൊബൈലിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇങ്ങനെ ഒരു സാധനമുണ്ട്. അവ ഒരു 199 രൂപ 200 രൂപ അങ്ങോട്ട് അടച്ച് ഒരു മാസം നീ പോലും അറിയുന്നില്ല. സുഖമായിട്ട് ഇത് കാണുന്നു. കുറെ കഴിഞ്ഞ് പഠനവും പോയി, അവന്റെ ഭാവിയും പോയി, എല്ലാം പോയി. പിന്നെ അവന് നടക്കണ്ടേ തോന്നി തെണ്ടിത്തിരിഞ്ഞ്. കണ്ടല്ലോ, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്. ഈ ഒരു ബോധം ആ രേഷ്മ ചേച്ചിക്ക് കുറച്ചെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും കാണിച്ചു കൂട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെയാണ് റിയാക്ഷൻ വീഡിയോസ് തലങ്ങും വിലങ്ങും പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചേച്ചിക്ക് മാത്രം ഒരു ബുദ്ധിയുടെ മാറ്റവും വന്നിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ ഇടയിൽ കൂടാണ് നിങ്ങളുടെ കൂട്ടുള്ള ഒരു 3-4 പേര് ആ ഒരു സമയത്ത് വന്നിട്ട് റിയാക്ഷൻ ചാനൽസിനെതിരെ തിരിഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് അന്നേ അറിയാമായിരുന്നു ഇവരിങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റിയാക്ഷൻ ചാനൽസ് ഒക്കെ ഇതേവിട്ട് തന്നെ വീഡിയോ ഇട്ട് പൊക്കോണ്ടിരുന്നത്. അപ്പോൾ അവരെ എതിർക്കാൻ വേണ്ടിയാണ് നിങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ കുട്ടികളെ റെപ്രസെന്റ് ചെയ്താൽ ഞാൻ വീഡിയോ ഇടുന്നതിന് കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതോട്ടുള്ള കുറേ കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ മദ്യപിക്കുന്ന കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി സംസാരിക്കുക. കുട്ടികൾ കൂടുതലായിട്ടും കുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ. അപ്പോൾ പിന്നെ അവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ എടുത്തു വെച്ച് രേഷ്മ ചേച്ചി അലക്കുന്നത്. അതിനകത്ത് വന്നിടന്ന് പിന്നെ രേഷ്മ ചേച്ചി എന്നെ കുറ്റം പറഞ്ഞേ, എന്നെ ഇങ്ങനെ പറഞ്ഞേ, എന്നെ അങ്ങനെ പറഞ്ഞേന്നും പറഞ്ഞു കഴിഞ്ഞ് രംഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും അതിന് പറയാൻ പറ്റത്തില്ല. അതായത് എന്തെങ്കിലും ഒരു കുറ്റം കാണിച്ചു കഴിഞ്ഞാൽ അതിനെ വിമർശിക്കാൻ വേണ്ടി നമുക്ക് റൈറ്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വന്നിട്ട് ചേച്ചി എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചാൽ അതിന് എതിരെയായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് കമന്റ് ബോക്സ് ഇട്ടിട്ടിരിക്കുന്നത്. ആ കമന്റ് ബോക്സിൽ വന്ന് ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനെതിരെയായിട്ട് ചേച്ചി സംസാരിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ന്യായമില്ല. അത് കേൾക്കാൻ പറ്റത്തില്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ വീഡിയോ ഇടരുത്. അത് മാത്രമേ നമുക്ക് ഇതിൽ പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് രേഷ്മ ചേച്ചിയിലോട്ട് തിരിച്ചു വരാം. ഇനി പാർട്ടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ രേഷ്മ ചേച്ചി വീണ്ടും പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ രേഷ്മ ചേച്ചി ഇലക്ഷൻ സംഭവങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ പറഞ്ഞിട്ടുള്ളത് ലാൽ സലാം ചുമപ്പ് ജയിക്കട്ടെ എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ രേഷ്മ ചേച്ചി പറയുന്നത് അപ്പുറത്തൊരു സ്റ്റാൻഡിലോട്ട് ചാടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അത് കേട്ട് നോക്കുക, അതിന് ശേഷം നമുക്ക് സംസാരിക്കാം. വിഷമമായെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിച്ചിട്ട് തന്നെ പറ്റത്തുള്ളൂ. ഹാപ്പിയാണ്.
LDF തൂക്കാൻ സന്തോഷം, LDF തൂക്കുവാണ് സന്തോഷം, UDF തൂക്കുവാണെങ്കിൽ സന്തോഷം. കേട്ടല്ലോ, LDF ജയിച്ചാലും സന്തോഷം, UDF ജയിച്ചാലും സന്തോഷം എന്നാണ് രേഷ്മ ചേച്ചി പറഞ്ഞിട്ടുള്ളത്. തുടക്കത്തിൽ വന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ രേഷ്മ ചേച്ചി വന്ന് പറയുന്നത് ഇത് തന്നെ. നേരത്തെ നമ്മൾ കുറെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിനകത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, രേഷ്മ ചേച്ചി ഒരു സ്റ്റാൻഡ് ഇതുവരെ നിന്നിട്ടുള്ള ഒരു ചരിത്രവും ഇല്ല. ചേച്ചി ഒരു സ്റ്റാൻഡ് ഒരു സമയം നിന്ന് കഴിഞ്ഞാൽ അടുത്ത സ്റ്റാൻഡിലായിരിക്കും മറ്റൊരു സമയം. പൂച്ച വീണ 4 കാലി പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവർ ജയിക്കുമെന്ന് ഉറപ്പ് വന്നുകൊണ്ട് തന്നെ രേഷ്മ ചേച്ചി ഇപ്പൊ UDFനെയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വന്നേക്കുക. എന്റെ പൊന്നു രേഷ്മ ചേച്ചി, നിങ്ങളുടെ കാര്യം കുറച്ച് കട്ട് ചെയ്യട്ടോ. എങ്ങനെ ഇങ്ങനെ ഉരുണ്ട് കളിക്കാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ രേഷ്മ ചേച്ചിയുടെ മൈൻഡ് എന്ന് പറയുമ്പോൾ ഒഴുക്കിനൊത്തങ്ങ് നീന്ത, ആര് ജയിക്കുന്നു അവരുടെ കൂടെ അങ്ങ് പോവാന്നൊക്കെ ആയിരിക്കും. രേഷ്മ ചേച്ചി ഇങ്ങനെയൊക്കെ വിചാരിച്ച് അത് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കൊള്ളാം. ഇതേവിട്ട് പുറത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് തന്നെ രേഷ്മ ചേച്ചിക്ക് തിരിച്ചടിയായിട്ട് വരത്തുള്ളൂ. പൊന്നു രേഷ്മ ചേച്ചി, നിങ്ങൾ ഇനി ഇത് തന്നെ തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതേവിട്ടുള്ള നെഗറ്റീവ് കൂടിക്കൊണ്ടേ വരത്തുള്ളൂ, ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കി ഇനിയെങ്കിലും നല്ലൊരു വീഡിയോസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഇനിയും സപ്പോർട്ട് ചെയ്യും. അത് മനസ്സിലാക്കാതെ ഇതേവിട്ട് തന്നെ തുടർന്ന് നെഗറ്റീവ് ക്രിയേറ്റ് ആയിക്കൊണ്ട് പോകും. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഈ ചേച്ചിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലും എല്ലാം ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തൊക്കെ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ടാണ്. അപ്പോൾ കുറച്ചൊരു ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ചൊരു റൈറ്റിലോട്ട് പോട്ടെ. ഞാൻ സ്ട്രൈറ്റ് പോകാൻ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ടാണ്. എല്ലാവർക്കും ബൈ.